അത്യപൂർവമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് 15ാം കേരള നിയമസഭ. അടിയന്തര പ്രമേയ ചർച്ചയിൽ ഹാട്രിക് നേട്ടം. വിലക്കയറ്റത്തെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ചർച്ച. പോലീസ് അതിക്രമം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി സഭ ചർച്ച ചെയ്തത്. സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള പ്രതിപക്ഷ നീക്കമാണ് ഭരണപക്ഷം പൊളിച്ചത്. ഭരണപക്ഷം ഒരുക്കിയ കെണിയിൽ വീഴുകയായിരുന്നു പ്രതിപക്ഷം. ഇതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വിവാദവും UDF-ന് കെണിയായി. ആദ്യം RDX ട്രാപ്പിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി. സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ആയുധങ്ങളെ പ്രതിരോധിക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയാണ് സർക്കാരിന്റെ അവസാന വർഷങ്ങളിലെ സംഭവ വികാസങ്ങൾ. എന്നാൽ കേരള നിയമസഭ ആ പതിവ് മാറ്റിയെഴുതുകയാണ്. 15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ തുടർച്ചയായ 3ാം ദിവസമാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നത്. കേരള നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണിത്. പോലീസ് അതിക്രമത്തിൽ തുടങ്ങിയ ചർച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിലും ഇന്ന് നടന്ന വിലക്കയറ്റത്തിലുമായി അവസാനിച്ചു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ അവതരണാനുമതി നിഷേധിക്കുന്നതായിരുന്നു പൊതുവെ മുൻകാല രീതി. 3 നോട്ടീസിനും അവതരണാനുമതി നൽകിയ ഭരണപക്ഷം സഭാതലം ബഹളമയമാക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിന്റെ മുനയൊടിച്ചു. സഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം വേണ്ടത്ര ഏശിയില്ല. പോലീസ് അതിക്രമത്തിലടക്കം സർക്കാരിനെ മുൾമുനയിലാക്കാനിരുന്ന UDF പദ്ധതി ഈ വിധം ആസൂത്രണമില്ലായ്മയിൽ പാളി. മിക്കപ്പോഴും പ്രതിപക്ഷ നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദമെന്ന ഒറ്റ വിഷയത്തിൽ തട്ടി തകർന്നു. സർക്കാരിനെ എതിർക്കാൻ ഒരുപിടി വിഷയങ്ങൾ സജീവമായുള്ളപ്പോഴും പഴി കേൾക്കേണ്ട അവസ്ഥയിലായി പ്രതിപക്ഷം. RDX റാപ്പ് ന്യൂസ് മലയാളം. അടിയന്തര പ്രമേയ ചർച്ചകളിൽ 15ാം കേരള നിയമസഭയ്ക്ക് സർവകാല റെക്കോർഡാണ്. ചട്ടം 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ ചർച്ചകൾ ഏറ്റവും കൂടുതൽ നടന്നത് 15ാം നിയമസഭയിലാണ്. 2ാം പിണറായി സർക്കാർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നൽകുന്നത് 16ാമത്തെ തവണയാണ്. 1ാം നിയമസഭ മുതൽ 14ാം നിയമസഭ വരെ നടന്നത് 30 അടിയന്തര പ്രമേയ ചർച്ചകളാണ്. 15ാം കേരള നിയമസഭയുടെ 14ാമത് സമ്മേളനം ആരംഭിച്ചത് തിങ്കളാഴ്ചയാണ്. 2ാം ദിനം പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് പോലീസ് അതിക്രമങ്ങൾ. പോലീസിൽ പുഴുക്കുത്തുകൾ ഉണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ച് സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആരോഗ്യത്തിലുമാണ് പിന്നീട് ചർച്ച വന്നത്. സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്നലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ സ്വീകരിച്ച നടപടികൾ ഓരോന്നായി ആരോഗ്യമന്ത്രി എണ്ണി പറഞ്ഞ് മറുപടി നൽകി. ഷംസുദ്ദീൻ മണ്ഡലത്തിൽ ഇല്ലേ എന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശത്തിൽ ബഹളമുണ്ടായി. ഷംസുദ്ദീനെ ആക്ഷേപിച്ചെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഇന്നിപ്പോൾ ഹാട്രിക് തികച്ചു. തുടർച്ചയായ 3ാം ദിവസവും നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. ചർച്ച ചെയ്തത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റമാണ്. വിലക്കയറ്റത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പ്രതിപക്ഷം. ഓണം ഹാപ്പിയായി പോയതിനാലാണ് പ്രതിപക്ഷത്തിന് നിരാശയുണ്ടായത് എന്നാണ് ഭരണപക്ഷം ആരോപിച്ചത്. ഓണക്കാലത്തെ വിപണി ഇടപെടൽ ഉയർത്തിക്കാട്ടി സർക്കാരിൻ്റെ മറുപടിയും വന്നു. മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എന്തായാലും ഇത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു അടിയന്തര പ്രമേയം വരിക എന്നതും ആ പ്രമേയത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അത് അവതരിപ്പിച്ച് ചർച്ച ചെയ്തു പോവുക എന്നതും ഒരു സുതാര്യമായ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ലക്ഷണമായി നമുക്ക് കരുതാം. ആ നിലയ്ക്ക് ഈ പരിപാടി കൊള്ളാം എന്നാണ് എനിക്ക് തോന്നിയത്. നിശ്ചയമായിട്ടും ഒരു സംശയമില്ല. അതായത് ആകെ സംസ്ഥാന നിയമസഭയിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ 30 തവണയാണ് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തത്. അതിൽ 16 തവണ ഇവർ ഈ പിണറായി സർക്കാരുകളാണ് എന്ന് പറയുന്നത് അവരുടെ ഭാഗത്തൊരു കൊള്ളാവുന്ന നേട്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണ്ട് നമുക്ക് ഓർമ്മയുള്ള വർഷം നമ്മൾ നിയമസഭയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാലത്ത് അടിയന്തര പ്രമേയത്തിന് സമ്മതിക്കുക എന്ന് വെച്ചാൽ എന്തോ ഒരു കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെയാണ്. നാണക്കേട് പോലെയാണ്. സർക്കാരിന് എന്തോ ഒരു കുഴപ്പം, അവിശ്വാസ പ്രമേയത്തിൽ തോറ്റതുപോലെയാണ്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം വരുന്ന പോലെയാണ് അടിയന്തര പ്രമേയം. നമ്മളൊക്കെ ആ ഗൗരവത്തിലാണ് കണ്ടിരുന്നത്. അടിയന്തര പ്രമേയം സമ്മതിച്ചു എന്ന് വെച്ചാൽ സമ്മതിച്ചെന്ന് വെച്ചാൽ തന്നെ വലിയൊരു വാർത്തയാണത്. ഇപ്പോൾ പക്ഷേ അടിയന്തര പ്രമേയം ഉണ്ട്, ഒരു നോട്ടീസും കൊടുത്താൽ അപ്പം തന്നെ എന്നാൽ പിന്നെ ചർച്ച എന്ന് പറഞ്ഞ് 2 മണിക്കൂർ ചർച്ചയ്ക്ക് സമയം കൊടുക്കുകയാണ്. ആ അർത്ഥത്തിൽ ഭരണപക്ഷം കാണിച്ചത് വളരെ നല്ല കാര്യമായി. ഇന്നിപ്പോൾ ഷംസീർ സ്പീക്കർ വിഷ്ണുനാഥിനോട് നിങ്ങളാണ് 4 അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്ന കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ നല്ല ഹർഷം പറഞ്ഞതുപോലെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാത്തിലും പ്രതിപക്ഷം തോറ്റുപോയി, ഭരണപക്ഷമാണ് വിജയിച്ചത് എന്ന ഒരു നറേറ്റീവ് മൊത്തത്തിലുണ്ട്. ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. വസ്തുതാപരമല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നൊരു വസ്തുത അതല്ല. സാധാരണഗതിയിൽ അവസാന ഭാഗത്തേക്ക് പോകുന്നൊരു ഭരണ സർക്കാരിനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷം കത്തിക്കയറാറാണ് പതിവ്. ആ കത്തിക്കയറാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഭരണപക്ഷമാണെങ്കിൽ നിറയെ ആയുധങ്ങളുണ്ട്, വളരെ കൂളായി നിന്നിട്ട് ഇവരെ എതിർത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എന്ത് പറയുമ്പോഴും മാങ്കൂട്ടത്തിൽ പിന്നെ തേൻകൂട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവിടേക്ക് എത്തിച്ചിട്ട് ആ കാര്യം പറഞ്ഞ് ഇവരെ പരിഹസിക്കാനും കൂടെ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തെ തള്ളിക്കളയരുത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അങ്ങനെ പൂർണ്ണമായിട്ട് പരിഹസിക്കേണ്ടുന്ന കാര്യമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന് പറയുന്ന ഒരു കുട്ടി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വരികയും സ്പീക്കറെയും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കണ്ടു. അതുകൊണ്ട് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന ഒരു ഉദാര സംഗതിയുടെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച്
അവർ വിജയിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായുള്ള വിജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കൂ, എന്ത് വിഷയങ്ങളാണ് അവർ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നത്. ഒന്ന് വിലക്കയറ്റം, ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം, പോലീസ് ക്രൂരത, ഈ വിഷയങ്ങൾ അവർ ഉന്നയിച്ചു എന്ന് വെച്ചാൽ കേരളത്തിലെ സൊസൈറ്റിയും ആവശ്യമുള്ള സംഗതിയാണത് എന്നല്ലേ പറയൂ. അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു പ്രധാനപ്പെട്ട ഗൗരവതരമായ കാര്യമാണ്. അത് പക്ഷേ പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് സംഭവിച്ചില്ല, വെറും രാഷ്ട്രീയം മാത്രമായിട്ട് പോയി എന്നൊരു പ്രശ്നമുണ്ട്. അത് പക്ഷേ പ്രതിപക്ഷത്തിന് മാത്രം കുഴപ്പമല്ല. മറ്റവർ ഭരണപക്ഷം അവരുടെ ഈ കളിയാക്കലിനും മറ്റും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നതുകൊണ്ടും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാൻ നിന്നതുകൊണ്ടുമാണ്. അല്ലാണ്ട് പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വന്നില്ല, അല്ലെങ്കിൽ അതൊരല്പം ആവശ്യമുള്ള ചർച്ചയായില്ലല്ലോ എന്ന് തോന്നൽ നമുക്കുണ്ടാകാൻ കാരണം. പോലീസ് ക്രൂരത നിശ്ചയമായിട്ട് ഇവിടെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് വേറെ വഴിക്ക് പോയി. ഇപ്പോൾ എ കെ ആന്റണി പിന്നാലെ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അത് ആ വഴിക്ക് പോയി, സഭയ്ക്കകത്തും അത് പരാജയപ്പെട്ടു. പക്ഷേ എന്നാലും ആ വിഷയം അവർ ഉന്നയിച്ചു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. കേരളത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രമായിട്ട് ഈ പൊതുസമൂഹ ചർച്ചകളെ ഭരിക്കുന്ന കാലത്ത് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് പൊതുജനത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല, അതും ഇന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഇതിനകത്ത് പ്രതിപക്ഷം ആകെ പരാജയപ്പെട്ടു എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഒരു കാര്യമുള്ള തുടർ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ പോലീസ് 144 പേരെ പിരിച്ചുവിട്ടു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കള്ളമാണത്. 144 പേരെ പിരിച്ചുവിട്ടിട്ടില്ല, ആകെ 50-ൽ താഴെ ആളുകൾ മാത്രമേ പിരിച്ചുവിട്ടുള്ളൂ. 144 പേരെ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കണക്കിങ്ങോട്ട് വെക്കൂ, ആ പേരുകൾ ഇങ്ങോട്ട് വെക്കൂ എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ആ കാര്യങ്ങളൊരു ഫോളോ അപ്പ് കൂടെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ പ്രതിപക്ഷത്തെ കാണേണ്ട ഒരു കാര്യം ഹർഷ, സമീപകാലത്ത് ഒരു സർക്കാരുകളും ഒരുപക്ഷെ ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടിട്ടില്ല എന്ന് നമ്മൾ കാണണം. പ്രതിപക്ഷം വീക്കായിപ്പോയി അടിയന്തര പ്രമേയ ചർച്ചയിൽ നമ്മൾ അവരെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതിപക്ഷവും പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ ഓർക്കണം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവും ഏറ്റവും മുതിർന്നൊരു നേതാവും അവരുടെ തലക്ക് കൂടം കൊണ്ടടിക്കുന്ന പോലെ അടിച്ചു, ഇല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലുള്ളൊരു കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട്, ഏതെങ്കിലും ഒരു മുന്നണിയോട് അവരവരുടെ നേതാവ് ചെയ്ത കാര്യമേ അല്ല. അത്രമേൽ ഭീകരമായിട്ടൊരവസ്ഥയിലേക്ക് അവരുടെ ഉറക്കത്തിൽ കിടക്കുന്ന ഒരുത്തൻ്റെ തലയിലേക്ക് കൂടം കൊണ്ടടിക്കുന്നത് പോലെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആ കുഴപ്പങ്ങളുടെ ഭാരം കൊണ്ട് അടിച്ചു. അവരാകെ ക്ഷീണിതരായി. സ്വാഭാവികമല്ലേ, അവർ ക്ഷീണിതരായി. എ കെ ആന്റണി അദ്ദേഹത്തിൻ്റെ ഇമേജ് കോൺഷ്യസ്നസ്, നമ്മളിപ്പോൾ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഇമേജ് മാത്രം സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ഈ ഇങ്ങനെ തലേ ദിവസം ഇങ്ങനൊരു അടി കൊടുത്തു. അപ്പോൾ ക്ഷീണിതരാണ് അവർ, സ്വാഭാവികമായിട്ടും ക്ഷീണിതരാകും. എന്നിട്ടും പക്ഷേ അവർ നിയമസഭയ്ക്കകത്ത് മുന്നിൽ ഒരു സമരം നടത്തുകയാണ്. എന്നിട്ടും പക്ഷേ അവർ ഈ പോയിന്റുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത അതേ സംഭവത്തിൻ്റെ വലുപ്പത്തിൽ എ കെ ആന്റണി ചെയ്തു എന്നൊന്നും അത് തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ അതിന് സമാനതകളേ ഇല്ല കേരള രാഷ്ട്രീയം. അത്രമാത്രം വലിയ നിഷ്ഠൂരമായിട്ടുള്ള അതിനിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്, അത് വേറെയാണ്. പക്ഷേ ഈ മുന്നണിയെയും സർക്കാരിനെ, പ്രതിപക്ഷത്തെയും പാർട്ടിയെയും കുഴപ്പത്തിലാക്കാൻ ഈ ഏറ്റവും ചെറുപ്പക്കാരനായുള്ള നേതാവും ഏറ്റവും മുതിർന്ന നേതാവും ഒരേപോലെ പ്രവർത്തിച്ചു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്നിട്ടും പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഈ പരിഹാസങ്ങൾക്കിടയിൽ നിന്നിട്ട് പ്രതിപക്ഷത്തെ MLA-മാർ അവരുടെ പണിയെടുത്തു എന്ന നിലക്ക് അതിനെ കാണണമെന്നാണ്, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ ഇന്നലെ തോറ്റു, ഇന്ന് മെനഞ്ഞാന്നും തോറ്റു, എന്നാൽ ഇന്ന് അടിയന്തര പ്രമേയം വേണ്ട, ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്ത്. അവരുടെ അടുത്ത വിഷയം കൊണ്ടുവന്നു. വിലക്കയറ്റം പ്രധാനപ്പെട്ട വിഷയമാണ്. വിലക്കയറ്റത്തെ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് വില കൂടുന്നത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ഗൗരവത്തിൽ അവർ വന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലും സംസ്ഥാനത്തൊരു പ്രതിപക്ഷമുണ്ട് എന്ന് നിയമസഭയിൽ തെളിയിക്കുന്നതായി ഈ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് ഞാൻ അവരെ ശ്ലാഘിക്കുകയാണ് ചെയ്യുക, അല്ലേ? റൈറ്റ്. അതിനകത്ത് ഇതിൽ ഒന്ന് നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഈ 16 തവണ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ട് ആ ചർച്ചയിലേക്ക് പോകാം എന്നുള്ളത് ശരിക്ക് ഒരു പൊളിറ്റിക്കൽ ഗട്ട്സ് കാണിക്കുന്ന സമീപനമായിരുന്നു ഭരണപക്ഷത്തിൻ്റേത്, സർക്കാരിൻ്റേത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം ഒരു ചർച്ചയ്ക്ക്, അതായത് എല്ലാം ചർച്ച ചെയ്ത് പോകട്ടെ, അത് ജനം അറിയട്ടെ, ജനം കാണട്ടെ എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റ് ഉണ്ടല്ലോ, ഒരു പ്രതിപക്ഷത്തെ ആ നിലയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത്, ആ നിലയ്ക്ക് ആ ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റും പൊളിറ്റിക്കൽ ഗട്ട്സും ഭരണപക്ഷം കാണിച്ചു. ആ കാര്യം സമ്മതിക്കാതിരിക്കാനാവില്ല. അതുമാത്രമല്ല, ഈ ചർച്ചകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ട്. ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം, ആവനാഴിയിൽ ആവശ്യത്തിലേറെ അമ്പുണ്ടാവണം പ്രതിപക്ഷത്തിൻ്റേത്. അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഇതെന്തായാലും സർക്കാർ സമ്മതിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് പലപ്പോഴും പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുക. ഏറ്റവും കൂടുതൽ അതിൽ ശ്രദ്ധിക്കുന്ന ആരായിരിക്കും? പ്രമേയ അവതാരകനായിരിക്കും. അദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തൊരു ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, മുഴുവൻ പേർക്കും ഈ കാര്യത്തെക്കുറിച്ച് സാമാന്യം ധാരണ ഇല്ലെങ്കിൽ അടിയന്തര പ്രമേയ ചർച്ച സ്വാഭാവികമായും
ഈ ഭരണപക്ഷം കൊണ്ടുപോകും. കാരണം അന്തിമ മറുപടി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നാണ് വരിക, മന്ത്രിയുടെ കയ്യിൽ നിന്നാണ് വരിക. ആ മറുപടിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളും അത്യാവശ്യം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ നേരെ ഈ പറയുന്ന കാര്യത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ചർച്ചയുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ നേട്ടം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ചർച്ചകളിൽ എനിക്ക് തോന്നിയത്, ഈ ചർച്ചകൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്, ഇവർക്ക് പലപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം ഇത് ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാം ദിവസം എന്തായാലും അനുവദിക്കില്ല എന്നുള്ള തോന്നലിലാണോ വന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. വല്ലാതെ പാളിയത് രണ്ടാം ദിവസത്തെ ചർച്ച കൂടിയാണ്, അതായത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട്. കാരണം അത് കേരളത്തിലെ ആളുകളെ വല്ലാതെ അലട്ടുന്ന സംഗതിയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിനകത്തുള്ള ഒരു സംശയം, വല്ലാതെ വലിയ ഗുരുതരമായ ചില രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ കണ്ട കേരളീയ സമൂഹത്തിന് അത്ര ഗൗരവം ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തോട് ഇല്ലേ എന്നുള്ള സംശയവും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പ്രതിപക്ഷം ഒരു വിഷയമായി അവതരിപ്പിച്ചു, തീർച്ചയായും അവതരിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ദുർബലമായി പോയി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഒരു പ്രമേയം അവതരിപ്പിച്ച ശേഷം അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടി, അപ്പോൾ അത് ചർച്ച ചെയ്ത് തീർക്കാനാണ് നോക്കേണ്ടത്. എന്തെങ്കിലും ഒരു പുകിലുണ്ടാക്കി അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായും ആർക്കും തോന്നും ഒരു അടിയന്തര പ്രമേയത്തിൽ. കാരണം പിന്നീടും സംസാരിക്കാൻ അവിടെയുള്ള ഒരു, അതായത് അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുമ്പോൾ എന്താണ് ഇവർ വഴുതി അവസാനിപ്പിച്ച് പോകുന്നു എന്നുള്ളത്. കാരണം പ്രതിപക്ഷ നേതാവിന് പിന്നെയും രണ്ടു വാക്ക് അവിടെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ തോന്നലുണ്ടാകുന്നത് പലപ്പോഴും, അതിപ്പോൾ ആദ്യത്തെ ദിവസമാണെങ്കിലും അതിനകത്ത് ആദ്യത്തെ ദിവസം സത്യത്തിൽ കേരളത്തിൽ സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചെയ്തു വെച്ച പാതകം എന്താണ് എന്നുള്ളത് നേരിട്ട് കണ്ട ദിവസം ആദ്യത്തെ അടിയന്തര പ്രമേയ ചർച്ചയാണ്. കാരണം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ചർച്ച തന്നെയാണല്ലോ അത്. ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്, ഏത് കാലത്ത് നടന്നതായിക്കോട്ടെ. ഇപ്പോൾ പലപ്പോഴും ഭരണപക്ഷം പറഞ്ഞത് പഴയ കേസുകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എത്ര പഴയ കേസുകളാണെങ്കിലും അതിലൊരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നീതി നടപ്പാക്കി കൊടുക്കേണ്ടത് ഈ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ, ഈ സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ആ നിലയ്ക്കുള്ള ചർച്ചകളാണ് വേണ്ടത് അവിടെയും. പക്ഷേ ആ നിലയ്ക്ക് അതിനെ എത്തിക്കാൻ കഴിയാതെ പോകുന്നത് ഇവർ ഭരണപക്ഷത്തു നിന്നുണ്ടാകുന്ന പരിഹാസത്തിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ മീഡിയയെ തന്നെ നോക്കൂ, ഇവർ പരിഹസിക്കുന്നത്, ഇപ്പോൾ മാങ്കൂട്ടത്തിലെ ചൊല്ലി എന്തെങ്കിലും പരിഹസിച്ചതിനാണ് വലിയ പ്രാധാന്യം കിട്ടുന്നത്, അതിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ അത് ചെറിയ പാതകമല്ല ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇന്നത്തെ വിലക്കയറ്റം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ പ്രശ്നം അതിനകത്ത് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഈ പരാജയപ്പെട്ടു എന്നുള്ള നറേറ്റീവ് സെറ്റ് ചെയ്യാനും അത് വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ള തോന്നൽ വന്നപ്പം വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നിങ്ങൾ എങ്ങനെയാണ് അനുമതി നൽകുക, അത് അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെട്ടിട്ടാണ്. അപ്പം ഞങ്ങൾ ഈ കൊണ്ടുവരുന്നത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഈ തമാശ കൊണ്ടിരിക്കരുത് എന്ന് പറയുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ വിജയം തന്നെയാണ്. മാത്രമല്ല അതേക്കുറിച്ച് ആ ഒരു കാഴ്ചപ്പാട് വി ഡി സതീശൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അത് തരക്കേടില്ലാത്ത ഒരു സംഗതിയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ 46 അടിയന്തര പ്രമേയ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. അതിൽ 16 രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. ആ 16-ൽ 3 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു, രണ്ടാം പിണറായി സർക്കാരല്ല, പിണറായി സർക്കാരിൻ്റെ കാലത്തായിരുന്നു, സർക്കാരുകളുടെ കാലത്ത്. അതിൽ ആ 16-ൽ 3 ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി നടക്കുകയായിരുന്നു. ഒരു വിധം പറഞ്ഞാൽ നമ്മുടെ നിയമസഭാ ചരിത്രത്തിൽ അത്യപൂർവമായൊരു ചരിത്ര സന്ദർഭമാണിത്. പതിവില്ലാത്ത ഈ സമീപനത്തിൽ പ്രതിപക്ഷം ലേശം പകച്ചുപോയി എന്നതാണ് സത്യം. അസാധ്യങ്ങളായ സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയമെന്നത് ഒരിക്കൽ കൂടി വെളിവാകുന്നു. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പാറ്റേൺ തുടരാൻ സാധ്യത RDX കാണുന്നില്ല. സകല ചർച്ചകൾക്കും തയ്യാറെന്ന ഭരണപക്ഷ തന്ത്രത്തെ പ്രതിപക്ഷം എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. RDX ഒരു ഇടവേളയിലേക്ക്.